മേറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ജൈനമ്മയെ പരിചയമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു. സെബാസ്റ്റ്യന്റെ കോട്ടയത്തെ ഭാര്യ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് വിവരം. മറ്റ് സ്ത്രീകളുടെ തിരോധാനം കൃത്യമായ ഇടവേളകളിലായിരുന്നുവെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, തുടർച്ചയായ ദിവസങ്ങളിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായൊരു തെളിവ്, സാഹചര്യ തെളിവുകളേറെ ഉണ്ടെങ്കിലും കൃത്യമായൊരു തെളിവ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിനെ കുഴക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭാര്യയുടെ വീട്ടിൽ നിർത്തിയിട്ട നിലയിലുള്ള കാറിൽ നിന്ന് കത്തി പോലുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇത് അന്വേഷണത്തിൽ ഇനി എത്രത്തോളം നിർണായകമായിരിക്കും ടോബി? നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായി ഒന്നും തന്നെ സെബാസ്റ്റ്യൻ പറയുന്നില്ലായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സമ്മതിക്കുന്നുണ്ട് സെബാസ്റ്റ്യൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. പലതും വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയാണ് പല കാര്യങ്ങളും സമ്മതിക്കുന്നതും പല കാര്യങ്ങളും പറയുന്നതും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന ഈ മൊഴികളിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യൻ്റെ മറ്റ് സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ പോകാൻ ഇടയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സെബാസ്റ്റ്യൻ്റെ ഭാര്യ വീട്, അത് ഏറ്റുമാനൂരാണുള്ളത്, അവിടെ അന്വേഷണ സംഘം ഒരു പരിശോധന കഴിഞ്ഞ ദിവസം നടത്തി. ആ പരിശോധനയിലാണ് ഒരു വാഹനം, അതായത് ഒരു റിഡ്സ് കാറാണ്, ആ കാർ ഈ വീടിൻ്റെ മുറ്റത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കിടക്കുന്നുണ്ട്. ആ വാഹനത്തിൽ പരിശോധിച്ചപ്പോഴാണ് ചില വസ്തുക്കൾ, അതായത് ഈ ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാൻ, അതുപോലെ തന്നെ കത്തി തുടങ്ങിയ വസ്തുക്കളൊക്കെ കണ്ടെത്തിയത്. ഇത് ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത പോലീസ് പറഞ്ഞിട്ടില്ല. ഫോറൻസിക് പരിശോധനയടക്കം വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾ വേണം, എങ്കിൽ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു നിർണായക വഴിത്തിരിവായി തന്നെ അന്വേഷണ സംഘം കാണുന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ജൈനമ്മയെ അറിയാമെന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് സെബാസ്റ്റ്യൻ. നേരത്തെ ഒന്നും അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പ്രാർത്ഥനാ സംഘത്തിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു നിർണായക വിവരം കൂടി അന്വേഷണ സംഘം പുറത്തേക്ക് വിടുന്നത്. അത് ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ സ്ത്രീകളുടെ തിരോധാനത്തിന് ചില ബന്ധങ്ങളുണ്ട്. അതായത് 6 വർഷത്തെ ഇടവേളയിലാണ് ഈ സ്ത്രീകളെല്ലാം കാണാതായിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ബന്ധങ്ങൾ ഈ കേസുകളിൽ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള പല വഴിത്തിരിവുകളിലേക്കും കേസുകൾ പോകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ടോബി, ഈ ചോദ്യം ചെയ്യലിൽ ഈ പ്രതി പലതും, സെബാസ്റ്റ്യൻ പലതും മാറ്റി പറയുന്നുണ്ട്. നിരന്തരമായി അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന തരത്തിലുള്ള, മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ കിട്ടുന്ന സമയത്തൊന്നും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. അതും ഇനി 5-6 ദിവസം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ബാക്കിയുള്ളത്. അതിനിടയിൽ ഒരു ലീഡിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ച് പുലർത്തുന്നുണ്ടോ ടോബി? തീർച്ചയായിട്ടും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ ജൈനമ്മ കേസിലാണ്, തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ്. അതിൽ കൊലപാതക കുറ്റം വരെ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള കാരണം ഈ കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതും. എന്തായാലും ഈ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും ഈ കൃത്യം നടത്തിയത് സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കുന്ന തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യുമ്പോൾ തെറ്റായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകി വഴിതെറ്റിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ഈ സെബാസ്റ്റ്യൻ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ചോദ്യം ചെയ്യലിനോട് ഒന്നും തന്നെ പ്രതികരിക്കാതെ, മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുക, ചിരിക്കുക, പുച്ഛത്തോടെ നോക്കുക തുടങ്ങിയ നിലപാടുകളൊക്കെ ആയിരുന്നു സെബാസ്റ്റ്യൻ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ശാസ്ത്രീയമായി തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ ചില കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 ദിവസത്തെ കസ്റ്റഡി എന്ന് പറയുന്നത് അത് നിർണായകമാണ്. ആ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ചുരുളഴിക്കാൻ സാധിക്കും. ജൈനമ്മ കേസിൽ ടോബി ജോൺസൺ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നിർണായകമായ ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ടോബി ജോൺസൺ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.